മൈ ലോഡ്, 1994 രൂപ 50 പൈസ. എന്റെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം ഇത്. കടം വീട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഹയ്യടാ, ആ ചിരി കണ്ടാ അറിയാം. കാശ് കടം ചോദിക്കുമ്പോഴത്തെ ഒരു ഇളിഞ്ഞ ചിരി. പോകുന്നതിന് മുമ്പ് എന്റെ കടം വീട്ടുമെന്ന് വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോവാണ് മാഷേ. കടങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലെന്നാ ഞങ്ങളുടെ പ്രമാണത്തില്. പിന്നൊരു കാര്യം, ഇന്ത്യൻ മണിയായിട്ട് എനിക്ക് വേണ്ട. അവിടെ ചെന്ന ഇന്ത്യൻ മണി ആർക്ക് വേണം? അമേരിക്കൻ ഡോളറായിട്ടോ ഇസ്രായേലി ഷെയ്ക്കിളായിട്ടോ തന്നെ തരണം. അല്ലെങ്കിൽ വേണ്ട. ഇയാള് ടെൻഷൻ അടിക്കണ്ട. ഈ ചുമരൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്ക സേട്ട് പാപ്പിക്ക്. ഞാനെപ്പോഴും കണക്കെഴുതി ചുമര് വൃത്തിയേടാക്കാന്ന് പരാതിയല്ലേ? കയ്യോടെ പിടിച്ചു വാങ്ങി ചെയ്യിച്ചേക്കണം, അല്ലേ ആള് മുങ്ങും. ഭാസ്കരേട്ടാ, ഈ യോർദാൻ നദിയുടെ ബോർഡറില് മാലുബൂ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അവിടുത്തെ മീൻകാരുടെ വാറ്റ 4 എണ്ണം അങ്ങോട്ട് പിടിപ്പിച്ച ലിവറിന് ബെസ്റ്റാ. വെള്ളം ഒഴിക്കരുത്. ചെന്നിട്ട് അയച്ചായിരുന്നുണ്ട് ഞാൻ. ലൂയങ്ങളെ, ടെല്ലവീവിലുള്ള മട്ടാഞ്ചേരിയിലെ ജ്യൂസ് സ്ട്രീറ്റില് സൂപ്പർ സാധനം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ചെന്നാ ഞാനൊരു വിസ അയച്ചു തരാം. ലൂയങ്ങൾ വന്ന് 2 എണ്ണം പിടിപ്പിച്ചേച്ചി കൂടെ പോരെ. ഈ യൂസഫിക്കായ്ക്കാൻ എന്താ ചെയ്യാ? ഒരു സെറ്റ് പല്ലൊഴിച്ചു തരാമെന്ന് വിചാരിച്ച പാട്ടുപാടി നാട്ടുകാരെ കൊണ്ട് പിന്നെയും തല്ലി കൊഴുപ്പിക്കും. ഇനി സേട്ടുപാപ്പയോട് ഞാൻ എന്താ പറയാ? എല്ലാവരും കരുതുന്നുണ്ടാവും ഞാനവിടെ ചെന്ന നിങ്ങളൊക്കെ ഓർക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, കാണുന്നവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് പറയും, കത്തയക്കും, ന്യൂ ഇയർ കാർഡ് അയക്കുന്നൊക്കെ. ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി യാത്രയപ്പെന്ന് പറഞ്ഞ ചടങ്ങിനായിട്ട് ആരും എയർപോർട്ടിലും വരട്ടെ. ഓ, ഈ ലാസ്റ്റ് മിനിറ്റിനോട് തെണ്ടാൻ പോയിരിക്കുകയാണല്ലോ. പോകരുത് പോകരുത് എന്ന് 1000 ടൈംസ് ഞാനോട് പറഞ്ഞിട്ടുള്ളതാ. ഒരു 2 hours മുമ്പെങ്കിലും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതല്ലേ? വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ഇറ്റ്സ് ഓൾ റൈറ്റ്, ലെറ്റ് ഹർ കം. ഓക്കേ ഓക്കേ, നിങ്ങൾ എല്ലാവരും കയറൂ. ഇനി അതിനായിട്ട് ലേറ്റ് ആവണ്ട. Look, you are always creating problems. വിശാഖ് പറഞ്ഞതുകൊണ്ട് വിട്ടതാ തന്നെ. ഇനി 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ now get into the car. അപ്പൊ പോട്ടെ. അല്ല, ഇനി എപ്പോഴാ കാണുക സാഹിബേ? കാണില്ല, ഇനി ഒരിക്കലും കാണില്ല. ഇനി ഒരിക്കലും ഈ ഡർട്ടി ലാൻഡിലേക്ക് ഇല്ലടോ. ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതേ ഉള്ളൂ. എന്ത് ഫോർമാലിറ്റി? തന്റെ ഇടപാടൊക്കെ തീർത്തില്ലേ? തന്റെ വീട് കേടുകൂടാതെ തിരിച്ചു തന്നിട്ടുണ്ട്. 1 മാസം പോലും മുടങ്ങാതെ വാടകയെ തന്നിട്ടുണ്ട്. ഇനി ആരുമായിട്ടും ഈ ഗിരികറിക്ക് ഇടപാടുമില്ല. ഇനി ഈ മണ്ണിൽ ഗിരികറി കാല് കുത്തുകയില്ല. ഇനി ബാക്കി വല്ലതുണ്ട് അങ്ങ് ഇസ്രായേൽ വെച്ച് കാണാം. അങ്ങോട്ട് പോരെ. ഓക്കേ. ബൈ ബൈ. എല്ലാവരും ഞങ്ങൾ പോവുക. ഞങ്ങളുടെ നാട്ടിലേക്ക്, അങ്ങ് ഇസ്രായേലിലേക്ക്. പോണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവള് പോവില്ലായിരുന്നു. അല്ലേ പാപ്പ? തോന്നിയില്ല എനിക്ക്. കാറ് നീങ്ങാൻ തുടങ്ങിയപ്പോ ചെന്നിറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവൾ ഇറങ്ങുമായിരുന്നു. അല്ലേ? അതും തോന്നിയില്ല എനിക്ക്. ഒന്ന് തിരിഞ്ഞു നോക്കൂലും ചെയ്യാതെ പിടിച്ചു നിൽക്കായിരുന്നു അവള്. പാവം. ഞാനൊരു മനുഷ്യനാണോ പാപ്പ? ഞാൻ എന്താ ഇങ്ങനെയായത്?
എനിക്ക് ആരോട് സ്നേഹമില്ലേ. നിന്റെ സ്നേഹം നീ ഉള്ളിൽ തന്നെ വെച്ചതല്ലേ, അത് അവൾക്കും അറിയാം. കൈവിട്ട് കളഞ്ഞില്ലേ വെറുതെ. ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറഞ്ഞു വിട്ടില്ല അവള്. പറയായിരുന്നു, പോണ്ടെന്ന് പറയായിരുന്നു. പോട്ടെ, സ്വന്തം സുഖവും സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതാ അവള് ചെയ്തത്. അത് തന്നെയല്ലേ നീയും ചെയ്തത്. എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നായകന്മാർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കടപ്പുറം. ഇപ്പൊ സമയത്രയായി? ഓ, അപ്പൊ ഇനി അടുത്ത ജന്മത്തിലേക്ക് ഒരുപാട് സമയമുണ്ട്. അതുവരെ ഇവിടെ ഇരുന്ന് തിരയെണ്ണാൻ പോവാ. ഈ തിര മുഴുവൻ എണ്ണി തീർന്ന പോയ ആള് തിരിച്ചു വരുമോ? പോയ ആള് തിരിച്ചു വരണമെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം. പോയ ആള് തിരിച്ചു വരണമെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവൻ, ഈ നെറുകെട്ടവൻ ഞങ്ങളുടെ അവസാനത്തെ ഡ്രീം ഇല്ലാണ്ടാക്കി. ജെന്നിഫറിന് മാത്രമേ അവൻ വിസ കൊണ്ടുവന്നിരുന്നുള്ളൂ. വീട് ഒഴിപ്പിച്ച് വെട്ടി പ്രമാണമെല്ലാം കെട്ടിപ്പിറക്കി ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് ഇവളെ കൊണ്ട് പറക്കാനായിരുന്നു അവന്റെ പ്ലാൻ. ഈ ദുഷ്ടനെ വിട്ടുകൊടുക്കുവോ ഞങ്ങളുടെ കൊച്ചിനെ? കൊല്ലണം നായിന്റെ മോനെ. ആ, ഇനി ഇവന് പോണ്ട. ഇവന്റെ പാസ്പോർട്ടും വിസയെല്ലാം പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു ഞാൻ. ആ ആ എടോ സച്ചി, തന്നെ എന്റെ ജന്മിമോളെ ആവശ്യമില്ലാതെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. താൻ എന്നോട് ക്ഷമിക്കണോ? എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ള വെപ്രാളത്തിനിടയ്ക്ക് അവളുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ചു ഞാൻ. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? ഇനി ഒന്നും വേണ്ട. ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. ഈ ഡർട്ടി ലാൻഡിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞോ ഇത് ഡർട്ടി ലാൻഡാണെന്ന്? ജനിച്ച മണ്ണിനേക്കാൾ വലിയ പ്രോമിസ് ലാൻഡ് ലോകത്ത് എവിടാണോ? ഇത് കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ദൈവം ഇവിടാണോ? എനിക്ക് മണ്ണിൽ കിടന്ന് മരിച്ചാ മതി. താനാ താക്കോലിതാ, ഇങ്ങ് താണോ? ജെന്നിഫർ എവിടെ? ദൈവത്തിനെങ്ങനെ കൈവിടാൻ പറ്റുമോ നമ്മളെ? അതുകൊണ്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് തന്നു നിന്നെ. എനിക്ക് കൂട്ടായി നീ ആരേൽപ്പിച്ചു പോയാലും അത് നിനക്ക് പകരാവൂ ജെന്നി.